ഹായ് ഹലോ അസ്സലാമലൈക്കും. വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ തോപ്പിക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ രണ്ടു പേരും ഹാപ്പിയായിട്ട് നിൽപ്പുണ്ട്. ഫയാനും തോപ്പിയും സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. രണ്ടുപേരുടെ ക്ലാസ്സിലും മിഠായി എല്ലാം കൊടുത്ത് വിടാൻ വേണ്ടി കയ്യിൽ വെച്ചേക്കാണ് ആൾക്കാർ രണ്ടുപേരും. അങ്ങനെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് വന്ന് തോപ്പിക്കുട്ടൻ്റെ സയൻസിൻ്റെ പ്രോജക്റ്റാണ്. അത് ഫയാമോൻ്റെതാണ്. അങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകാൻ പോണത്. തോപ്പിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സമയമായിട്ട് ഇന്നലെ രാത്രി ചെയ്തിരുന്നപ്പോൾ തന്നെ രണ്ടുപേരും കുറേ സമയം എൻ്റെ കൂടെ ഇരുന്നു. എന്നിട്ട് പിന്നെ കുറേ സമയമായപ്പോൾ അവരൊരു 12 മണിയൊക്കെ ആയപ്പോൾ അവർ കിടന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ എനിക്ക് ഉമ്മയെല്ലാം തന്ന് എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ സ്കൂളിലേക്ക് പോവാൻ റെഡിയായി. അവർ രണ്ടുപേരും പോകുന്നുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ തോപ്പിക്കുട്ടന് നല്ല സന്തോഷമാണ് കേട്ടോ. പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് അടിച്ച് പൊളിച്ചാണ് തോപ്പിക്കുട്ടൻ പോകുന്നത്. ഫയാനും ഇതേ സെയിം ഷർട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് മിഠായി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തോപ്പിക്കുട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് മിഠായി കൊടുക്കുകയാണ്. നല്ല സന്തോഷത്തോടെയാണ് ബർത്ത്ഡേ കുട്ടൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ചപ്പാത്തി കടയിലെ ബായ്മാർക്കും മിഠായി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചപ്പാത്തി കടയിലെ ബായ്മാർക്കും മിഠായി കൊണ്ട് കൊടുക്കുകയാണ്. തോപ്പിക്കുട്ട ആകെ ഫുൾ ഹാപ്പിയാണ്. ബർത്ത്ഡേ ആകുമ്പോൾ ഫയാനും അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. കാരണം രണ്ടുപേരുടെ ക്ലാസ്സിൽ മിഠായി കൊണ്ടുപോകും. അതിൻ്റെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഫ്രണ്ട്സിനൊക്കെ മിഠായി കൊടുക്കാനൊക്കെ ഭയങ്കര നല്ല രസമാണല്ലോ. അതൊക്കെയാണ് അവർക്ക് സന്തോഷം. ഫയാന് നല്ലതായിട്ട് ഇതിൻ്റെ അടുത്തുള്ള ലോട്ടറി ബായിക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വാന് വന്നു. അങ്ങനെ വാന് വന്ന് വാനിൽ ഫ്രണ്ട്സിന് ഞാൻ മിഠായി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതും തോപ്പിക്കൂട്ടം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവർ കയറി അതെ വാനിൽ ഫ്രണ്ട്സിനും മിഠായി എല്ലാം ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ തോപ്പിക്കൂട്ടം പ്രോജക്റ്റ് മറന്നു എന്ന് പറഞ്ഞ് അതെല്ലാം എടുത്തിട്ട് വന്നു. പിന്നെ തോപ്പിക്കൂട്ടം പറഞ്ഞു ബസ്സിൽ അശ്വതി ആൻറ്റി മാറി ഇപ്പോൾ പുതിയ ആൻറ്റിയാണ് വന്നത്. അശ്വതി ആൻറ്റി മിസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അശ്വതിയുടെ അടുത്തായിരിക്കും ഞാൻ സ്വീറ്റ്സ് എല്ലാം കൊടുക്കുന്നത്. അശ്വതി ആയിരിക്കും വാനിൽ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ തോപ്പി പറഞ്ഞു അശ്വതി ആൻറ്റിയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോൾ അതൊരു ഓർമ്മയാണ് കേട്ടോ. അങ്ങനെ എല്ലാമൊക്കെ സെറ്റായി അവർ സ്കൂളിൽ പോയിട്ടും കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ടീച്ചർ എനിക്ക് അയച്ചു തന്നായിരുന്നു. ക്ലാസ്സിൽ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. പിക്ചേഴ്സൊക്കെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ട് തോപ്പിക്ക് സന്തോഷമായി. ഈ വർഷമാണ് അവൻ കല്യാണിൽ ചേർന്നത്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഫ്രണ്ട്സിനെല്ലാം മിഠായി കൊടുത്തു. ഇങ്ങനെ എല്ലാം ആഘോഷിച്ച് ക്ലാസ്സിലും ആഘോഷിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് നല്ല ഹാപ്പി ആയിട്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ വന്ന് നോക്കി ഭയങ്കര സന്തോഷമാണ് കേട്ടോ പുള്ളിക്കാരന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. മക്കൾ പോയതിനു ശേഷം ഞാൻ അടുക്കളയിൽ വന്നു. ആദ്യം ഞാൻ കുറച്ച് കട്ടൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കട്ടൻ ഇടുകയാണ് കേട്ടോ. രാവിലെ കാപ്പി ചപ്പാത്തിയും പിന്നെ കുട്ടീസിന് കൊടുത്തു വിട്ട തൈര് കറി ഉണ്ടായിരുന്നു. തൈരും കത്തിരിക്ക താളിച്ച തൈര് കറി കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പിക്ക് ഇന്ന് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ തേയിലയ്ക്കുള്ള പഞ്ചസാരയും തേയിലപ്പൊടിയെല്ലാം ഇട്ട് നമ്മുടെ നാട്ടിൽ കട്ടന് തേയില എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അതായത് കട്ടനാണ് കട്ടൻ ചായ ഇല്ലേ, അതിനാണ് തേയില എന്നൊക്കെ പറയും കേട്ടോ നമ്മൾ. ചപ്പാത്തി എടുത്തു. പിന്നെ കറിയൊക്കെ എടുത്ത് എനിക്ക് കഴിക്കണം. അങ്ങനെ കുട്ടീസും പോയി. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നലെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒരു സെറ്റ് ഞാൻ പൊരിച്ചു. മക്കൾക്ക് ഫ്രൈ ആണ് ഇഷ്ടം. അങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ കഴിച്ചു. പിന്നെ ഇന്ന് ചിക്കൻ കറിയും കുറച്ച് ഫ്രൈ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തിയും കത്തിരിക്ക തൈര് കറിയും എടുത്ത് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ എടുത്ത് പുറത്ത് വെച്ച് ഫ്രീസറിൽ നിന്ന്. പിന്നെ കട്ടനും തിളച്ചിട്ടുണ്ട്.
പിന്നെ ഒന്ന് അരിച്ച് കാപ്പി കുടിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനം അല്ലേ. പിന്നെ എന്താ പറയുക, ഇന്ന് ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്, ഷോർട്സിന് മാത്രമേ ഉള്ളൂ ലോങ് വീഡിയോസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇത്തിരി കുറച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം അവിടെ കൗണ്ടർ ടോപ്പിലിരുന്ന് കഴിച്ചു കേട്ടോ. വെറുതെ അവിടെ ഇരുന്ന് കഴിച്ചാണ്. കത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്ഥിരം ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് ആഘോഷിക്കുന്നത് കേട്ടോ. പുറത്ത് ഒരിടത്തും പോകില്ല, കാരണം ഇക്കാക്ക് ഓണമായതുകൊണ്ട് ബിസിയാണ്. വരുമ്പോൾ തന്നെ താമസിക്കും. കാറിൻ്റെ നെക്സയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓണത്തിന് സെയിൽസൊക്കെ ഒരുപാട് ഹൈ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം ഇക്കായ കിട്ടത്തില്ല. ഇനിയിപ്പോൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഈ ഒരു മാസം ഇക്കായ കിട്ടത്തില്ല. അപ്പോൾ ബർത്ത്ഡേ ഈ മാസം തോപ്പിയുടെ ആയതുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ചില സമയം മാത്രം ഇക്ക നേരത്തെ വരാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനിൽ വെള്ളമെല്ലാം ഒഴിച്ച് അങ്ങടുത്ത് മാറ്റി വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കറി വയ്ക്കാം എന്നും പറഞ്ഞ് അങ്ങടുത്ത് മാറ്റി വെച്ചു, അലിഞ്ഞ് വരട്ടെ എന്നും പറഞ്ഞ്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് നന്നാക്കിയാണ് കേട്ടോ. ഈ കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പുറത്ത് പോകണം. തോപ്പിക്ക് ബർത്ത്ഡേയുടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് പുഴുക്കുന്ന നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ഉള്ള ഫാൻസിയിൽ അവിടെ എല്ലാം ഉണ്ടല്ലോ, അവിടെ ചെന്ന് എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ തോപ്പിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ് കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഫ്രൈക്ക് വേണ്ടി മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ചിക്കൻ കറി വയ്ക്കുകയാണ്. ചിക്കൻ കറി വയ്ക്കുന്നത് എപ്പോഴും ഞാൻ 2-3 പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ഗരം മസാല, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഗരം മസാല ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ സവാള, ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്തു. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പെരുംജീരകപ്പൊടി ഇതെല്ലാം ഇട്ടു. ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ആദ്യം ഇതൊന്ന് വേവിക്കും. സവാള ഒന്ന് വശങ്ങി വരുന്നവരെ ഞാൻ ചെയ്യുന്ന മെത്തഡാണ് കേട്ടോ പറയുന്നത്. കുക്കറിൽ അത് കേട്ടിട്ട് പിന്നെയാണ് ചിക്കൻ നന്നായി കഴുകി ചിക്കനെ വിട്ട് ഒരു 3 ശകലം കൂടെ വേവിച്ച് പിന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരുവിധം എണ്ണ വറ്റിച്ച് എടുക്കുമ്പോഴേക്കും സിമ്പിൾ ചിക്കൻ കറി റെഡിയായി കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറിൽ ഓക്കെ ആയി. പിന്നെ ഞാൻ ഈ ചട്ടിയിലോട്ട് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ തെളിഞ്ഞ് ഒരു അടിപൊളി ചിക്കൻ കറി പിന്നോട് ഇടയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു, റെഡിയായി പുറത്തോട്ട്. ഞാൻ പറഞ്ഞില്ലേ തോപ്പിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ നടന്നാണ് പോണത് കേട്ടോ, കാരണം എൻ്റെ വണ്ടിക്ക് പഞ്ചറായിപ്പോയി, ടയർ പഞ്ചറായിപ്പോയി. അതുകൊണ്ട് ഞാൻ നടരാജയിലാണ് പോകുന്നത്, നടന്നാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പുഴുക്കുന്ന ജംഗ്ഷനിൽ കൂടി അങ്ങനെ നടന്ന് പോകുന്നു. നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാൻ ഒന്നുമില്ല, നമ്മുടെ നാട് തന്നെയാണ്. ദീപാവലി വരുമ്പോൾ ഇവിടെ വന്നൊന്ന് കാണണം കേട്ടോ. ദീപാവലിക്ക് ഭയങ്കര ഉത്സവമാണ്. ദീപാവലിക്ക് എല്ലാവരും ഏകദേശം കേരളത്തിലുള്ള എല്ലാവരും ഏകദേശം അറിയാത്തക്ക ആൾക്കാർ മൊത്തം ഞങ്ങളുടെ നാട്ടിലായിരിക്കും വരണം. കാരണം അന്ന് നമുക്ക് നടക്കാൻ പറ്റില്ല, റോഡ് ഫുൾ ആളായിരിക്കും. പിന്നെ ദീപാവലി എത്താറായി. കടകളൊക്കെ ഇപ്പോഴേ ഞങ്ങളുടെ നാട്ടിലെ കടകളെല്ലാം ഇപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പർച്ചേസിങ്ങൊക്കെ തുടങ്ങി. ഒരു ഏകദേശം 10, 20, 25 കടകൾ വരെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കടകളെല്ലാം മാറി പിന്നെ ദീപാവലി കടയാവും. പിന്നെ ഞാൻ ദീപാവലി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ചോറും മുട്ട വറുത്തതും പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞാൻ കഴിക്കുന്നത്. വെയിലത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വെയിൽ കൊണ്ടാൽ ഞാൻ ആപ്പാട് തളരും കേട്ടോ. പിന്നെ ഞാൻ ഓടി വന്ന് ആദ്യം ഞാൻ ചോറ് കഴിക്കുകയും ചെയ്യണം. കഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. പിന്നെ വന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ചെയ്ത് നോക്കുന്നത്. പക്ഷെ ഒന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബലൂണ് അത്ര എനിക്ക് പറ്റത്തില്ല. ഇത് ഭയങ്കര കട്ടിയായിരുന്നു, അവിടെ ഒട്ടും പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ സംഭവമാണ് കിട്ടി. ഞാൻ ഉദ്ദേശിച്ചത്
സ്റ്റിക്ക് അങ്ങനെ നമുക്ക് അറേഞ്ച് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സംഭവം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇത് അറേഞ്ച് അല്ല, ഇതൊരു ബലൂൺസ് പോലെയാണ് കേട്ടോ, ഓരോ വേർഡ്സാണ്. അതിന് നമ്മൾ വീർപ്പിക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പൈപ്പ് ചെറുതൊരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളല്ലാത്ത സാധനമാണ് ഞാൻ പറഞ്ഞില്ലേ, നീളത്തിന് തന്നെ അറേഞ്ച്ഡായിട്ടുള്ള എണ്ണ ഞങ്ങൾ വാങ്ങിച്ച് വയ്ക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം എനിക്ക് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീർപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എനിക്കതാ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിനെ ഇട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, കാരണം എൻ്റെ മനസ്സെന്ന് വെച്ചാൽ മക്കൾ വരുന്ന മുമ്പേ ഇത് ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് വെച്ചാൽ അവർ വന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സർപ്രൈസ്, അവർക്ക് നല്ല സന്തോഷമാവുമല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എനിക്കൊരു എട്ടിൻ്റെ പണിയായെന്ന് വേണം പറയാൻ കേട്ടത്. അവർ വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. പിന്നെ എൻ്റെ തോപ്പിക്കുട്ടനാണ് എന്നെ ഒന്ന് സഹായിച്ചത്. അവനാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മച്ചി ഒരു വെളുത്ത ഒരു പൈപ്പുണ്ട്, അത് ഈ സാധനം ഇത് വച്ചാണ് ഉമ്മച്ചി ചെയ്യാമല്ലോ, ഉമ്മച്ചി ഇത് എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തോപ്പിക്കുട്ടനാണ് പിന്നെ വന്ന് എന്നെ സഹായിച്ചത്. അങ്ങനെ ഞാൻ കുറച്ച് വെറുപ്പിക്കും, പിന്നെ എൻ്റെ തോപ്പിക്കൂട്ടൻ കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫയാൻകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബലൂൺ വീർപ്പിക്കാൻ നോക്കും കേട്ടോ, പക്ഷേ എനിക്ക് ബലൂൺ വീർപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് പിന്നെ ഇക്ക വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങളിത് എല്ലാം ഊതി വീർപ്പിച്ചു. പിന്നെ ഇതിനെ കെട്ടിയിടണം, അതും അടുത്തൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അതും പറയണ്ട എൻ്റെ മക്കളെ, അതിനെ ഇട്ട് അത് കോർക്കും, താഴെ വീഴും, വീണ്ടും കോർക്കും, വീണ്ടും താഴെ വീഴും. ഇത് എന്തിനാ ഈ സാധനം വാങ്ങിച്ചത് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതാണെന്ന് വിചാരിച്ചല്ല വാങ്ങിച്ചത്, പക്ഷേ ഇത് ചെയ്തവർക്കൊക്കെ അറിയാമായിരിക്കും എളുപ്പത്തിന്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കിത് പറയണ്ട, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി സമയം മൊത്തം പോയേട്ടോ. എങ്ങനെയൊക്കെ ഞാനും എൻ്റെ സഹായം എൻ്റെ തോപ്പിക്കുട്ടനും കൂടി എങ്ങനെയൊക്കെയോ ചെയ്ത് ഒരുവിധം ആക്കി കേട്ടോ. ലാസ്റ്റായപ്പോൾ ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കോർത്ത് എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഒരിക്കൽ കോർക്കും, വീണ്ടും വീഴും. പിന്നെ ഞാൻ മറ്റേ ഡബിൾ ടാപ്പൊക്കെ ഉപയോഗിച്ച് കുറച്ചായിട്ട് ഒട്ടിച്ചൊക്കെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ട് മൊത്തം താഴെ വീഴും, വീണ്ടും കോർക്കും, വീണ്ടും താഴെ വീഴും. പിന്നെ അങ്ങനെയായിട്ട് തോപ്പിക്കുട്ടനാണ് എനിക്ക് എടുത്തു തരുന്നത് കേട്ടോ. അവൻ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ പരിപാടി കുറച്ചെങ്കിലും എളുപ്പമായത്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരാൾ കൂടെ വേണം, ഒരു വാലായിട്ട് ആരെങ്കിലും വേണം. ഈ കുട്ടിപ്പട്ടാളത്തിലാരെങ്കിലും മതി. ഞാൻ ഫയാൻകുട്ടൻ അങ്ങോട്ടിരുന്ന് ബലൂൺ വീർപ്പിക്കണം. അവന് ബലൂൺ കണ്ടാൽ പിന്നെ അവന് അത് മാത്രം മതി. അവൻ പറയും, ഉമ്മ ചെയ്ത് വീർപ്പിച്ച് താ. ഞാൻ പറഞ്ഞ് പറ്റുന്നില്ല മക്കളെ, വാപ്പിച്ച് വരട്ടെ. എന്നാലും അവന് ക്ഷമയില്ല കേട്ടോ. എങ്ങനെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ മുകളിലെടുത്ത് ഒട്ടിക്കുന്നത്. അങ്ങനെ ബട്ടർഫ്ലൈ ഒട്ടിച്ച് അയ്യോ ഇത് ഇത്രയും ചെയ്തപ്പോൾ എൻ്റെ ശ്വാസം പോയെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഞാൻ ഡ്രസ്സെല്ലാം ചെയ്ത് ഞാൻ റെഡിയായി. പിന്നെ ഫയാനെ തോപ്പിക്കൊണ്ടുവന്ന് റെഡിയായി. പിന്നെ തോപ്പി ആകെപ്പാടെ ടയേർഡായി, കാരണം എന്ന് വെച്ചാൽ ഇക്കയെ കണ്ടില്ല. ഇക്ക വന്നപ്പോൾ ഒരു 8 മണി തന്നെ ആയിട്ടോ. ഞാൻ പറഞ്ഞില്ല, ഓണായതുകൊണ്ട് പുള്ളിക്കാരന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അല്ലേ നേരത്തെ വന്നനെ. പിന്നെ കേക്കെല്ലാം കൊണ്ടുവന്നു, സെറ്റ് ചെയ്തു, തൊപ്പിയെല്ലാം വെച്ചെടുത്തു. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ബലൂണൊക്കെ വെച്ചൊക്കെ ചെയ്തു. ഇക്ക വന്ന് ബലൂൺ പെരുകി തന്നു. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഒരുപാട് സമയമായി, 2 പേരും ടയേർഡായി. പിന്നെ 2 പേരും കൂടെ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഫയാന് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടാൻ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫയാൻ മോന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്ന് തോപ്പിക്ക് വിഷമമുണ്ട്, അജിക്കുട്ടൻ വന്നില്ല, അജുവിന് സുഖമില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വിഷമം തോപ്പിക്കുട്ടനുണ്ട്. അജിക്കുട്ടൻ വന്നില്ല എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട്. അജിക്കുട്ടൻ നീ കാണണമെങ്കിൽ മിസ് ചെയ്തേട്ടോ മക്കളെ നിന്നെ. അങ്ങനെ തോപ്പിക്കുട്ടൻ ഇക്കച്ചിക്ക് കൊടുത്തു, പിന്നെ എനിക്കൊന്നു, പിന്നെ വാപ്പച്ചിക്ക് കൊടുത്തു. പിന്നെ വാപ്പച്ചിയും തോപ്പിക്കുട്ടന് കേക്ക് കൊടുത്തു. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞാവയ്ക്ക് കേക്ക് കൊടുത്തു. പിന്നെ ഞാൻ ഒരു കുഞ്ഞു വാച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ എൻ്റെ വാവയ്ക്ക്. അങ്ങനെ എൻ്റെ കുട്ടന് വാച്ചെല്ലാം ഗിഫ്റ്റ് കൊടുത്തു. അവന് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഫയാന് വാച്ചാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ വാച്ചൊക്കെ ഗിഫ്റ്റ് കൊടുത്തു, ഹാപ്പിയായി. പിന്നെ ഫയാൻ്റെ ഇടയിൽ കൂടെ മുങ്ങി കേട്ടോ. അങ്ങനെ ഇക്ക ഇപ്പോഴാണ് കേട്ടോ വാച്ച് കാണുന്നത്. ഇക്ക പറഞ്ഞു കൊള്ളാം. അങ്ങനെ ഒരു ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷം, ഈ കുഞ്ഞു രീതിയിലാണെങ്കിലും ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാനും ഇക്കയും കൂടെ തോപ്പിക്കൂടനെ ഉമ്മ കൊടുത്തു. ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫയാൻകുട്ടനെ വിളിച്ചു കേട്ടോ. ഫയാൻകുട്ടനെ വിളിച്ചു, ഫയാൻകുട്ടനും ഒരു ഉമ്മ കൊടുത്തു. ഫയാൻകുട്ടനാണെങ്കിൽ ഇക്കിളിയാവുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ
ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും വ്ളോഗായിട്ട് വരും. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.